തരത്തിലുള്ള തൊഴിലാളി അവകാശങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ. അതിനെതിരായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുക തന്നെ ചെയ്യും. പിന്നെ എങ്ങനെയാണ് ആശാ സമരത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ RSSന്റെ കുടിയിൽ പോയി വീഴുന്നത്? വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നു. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ മാത്രമുള്ള ഈ സഹോദരിമാരോട് ഒപ്പം നിൽക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 62ാം ദിവസം പിന്നിടുന്ന വേളയിൽ പൗരസാഗരം എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ. നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും എല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിൽ സാഹിത്യകാരിയായ എഴുത്തുകാരി കൂടിയായ ഖദീജ മുംതാസ് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് RSSന്റെ കുരുക്കായിട്ട് മാറുന്നത്? വാസ്തവത്തിൽ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ RSSന്റെ BJP സർക്കാരിനെതിരായിട്ട് കൂടി വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. അവരുടെ തൊഴിലാളി വിരുദ്ധതകൾക്കെതിരായിട്ട് പല ഇടങ്ങളിലും തൊഴിലാളികളെ കരാർ ജീവനക്കാരായിട്ട് നിലനിർത്തുന്നതിനെതിരായിട്ട് റെയിൽവേയിൽ മറ്റനേകം മേഖലകളിൽ കരാർ തൊഴിലാളികളായിട്ട് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയായാലും കേരള സർക്കാരിനെതിരായിട്ട് മാത്രമല്ല ഇതെല്ലാം സംസാരിക്കുകയും ഉയർന്ന തലത്തിലുള്ള എഞ്ചിനീയറിംഗ് തലത്തിലുള്ള ആളുകളോടും ഇൻഫോസിസ് ഡയറക്ടർ പറയുന്നത് നിങ്ങൾ 12 മണിക്കൂർ 18 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്തോളാനാണ്. അപ്പോൾ ഇതുവരെ പൊരുതി നേടിയ എല്ലാ തരത്തിലുള്ള തൊഴിലാളി അവകാശങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ. അതിനെതിരായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ നമ്മൾ പറയുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആശാ സമരത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ RSSന്റെ കുടിയിൽ പോയി വീഴുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും മേധാ പട്കർ ആയാലും അരുന്ധതി റോയ് ആയാലും നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഇറോം ശർമിളയായാലും ഇവരൊക്കെ ആനിരാജയായാലും ഇങ്ങനെ സ്ത്രീകളായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉള്ള പ്രമുഖരായ സ്ത്രീകൾ ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിയും കൂടി വരും. ഇവിടെ തന്നെ എത്രയോ പേരുണ്ട് എന്നെനിക്കറിയാം. ഈ 2 മാസമായിട്ട് കൂടെ നിൽക്കുന്നവരുണ്ട്. എനിക്ക് ഇപ്പോൾ മാത്രമേ വരാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഇത്രയും നീണ്ടുപോകും എന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചിരുന്നില്ല. എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങളിത് വിജയിക്കാതെ പിന്മാറരുത്. വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം എന്നേ ആലോചിക്കുകയുള്ളൂ. അവർക്ക് അവരുടേതായ ജീവിത സുഖങ്ങളും ജീവിത വ്യാപാരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ്. നമ്മുടെ പഴയ മുദ്രാവാക്യം നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ മാത്രമുള്ള ഈ സഹോദരിമാരോട് ഒപ്പം നിൽക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്.